നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. എപ്പോഴും നമ്മളുടെ നോട്ടം തലസ്ഥാനത്തേക്കാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമ്മൾ ആര് ജയിക്കണം, ആര് പ്രതിപക്ഷത്തിരിക്കണം, ആര് നമ്മളെ ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, തീരുമാനിക്കാനുള്ള അവകാശം. എന്നാൽ നമ്മൾ കണ്ണുകൾ എപ്പോഴും നിൽക്കുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിലേക്ക് തന്നെയാണ്, തലസ്ഥാന ജില്ലയിലേക്ക് തന്നെയായിരിക്കും എപ്പോഴും കണ്ണുകൾ എത്തുന്നത്. ബാക്കി ഉള്ളിടത്തൊക്കെ ഏറെക്കുറെ ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് LDF എത്ര സീറ്റ് കിട്ടിയേക്കാം എന്നുള്ള ഒരു ചർച്ചയിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് പോകാൻ സാധിക്കുക. അതോടൊപ്പം മലപ്പുറം ആണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെയാണ്. വടക്കൻ ജില്ലകളിൽ കണ്ണൂരാണെങ്കിൽ UDF എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയ്ക്ക് മാത്രമേ പോകുള്ളൂ. പക്ഷേ ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും കാണിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. ബാക്കി ഇപ്പോൾ കൊല്ലത്ത് അങ്ങനെ തന്നെയുള്ളൊരു സാഹചര്യമുണ്ട്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്ന പോലെ രമേശ് ചെന്നിത്തല മാത്രമാണ് വിജയിച്ചത്. അങ്ങനെ പറയുന്ന കുറേ അധികം ജില്ലകളുണ്ട്. കഴിഞ്ഞ തവണ വലിയ ഗുണം UDF ഉണ്ടാകാതെ പോയ ചില ജില്ലകളുണ്ട്, തെക്കൻ ജില്ലകൾ എന്ന് നമുക്ക് പരക്കെ പറയാം. അപ്പം അതിൽ നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ടത് തിരുവനന്തപുരം ജില്ല എങ്ങനെയാണ് അവസ്ഥ. കാരണം തിരുവനന്തപുരം ജില്ല വളരെ അധികം ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്ന ഒരു ജില്ല തന്നെയാണ് നമുക്കറിയാം. കാരണം അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ മത്സരിക്കുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിക്കുന്നു. പിന്നെ അതോടൊപ്പം കാട്ടാക്കട മണ്ഡലത്തിൽ അടുത്ത ഒരു മത്സരം നടക്കുന്നു. PK കൃഷ്ണദാസ് എന്ന് പറയുന്ന ശക്തനായ ഒരു BJP നേതാവ് മത്സരിക്കുന്നു. യുവരാജ് ഗോകുൽ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം വിവേക് ഗോപൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരം മത്സരിക്കുന്നു. വട്ടിയൂർക്കാവിലേക്ക് എത്തുമ്പോൾ ശ്രീലേഖ മത്സരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരു ഒട്ടേറെ പ്രമുഖർ മാറ്റുരയ്ക്കുന്ന മത്സരരംഗം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പറയേണ്ടി വരും. വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, അതായത് BJPയിലേക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ UDF നമുക്കറിയാം. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി ഇപ്പം ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. നേമത്ത് നമ്മുടെ ശബരിനാഥൻ മത്സരിക്കുന്നു. അങ്ങനെ തുടങ്ങി വലിയ പ്രാധാന്യമുള്ള ചിറയൻകീഴിലേക്ക് എത്തുമ്പോൾ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന നേതാവ് മത്സരിക്കുന്നു. പിന്നെ രമ്യ ഹരിദാസിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതിനകത്തൊരു ചോദ്യം. ശരി, ഇത്രയും കാര്യങ്ങൾ മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ UDF വേണ്ടി മത്സരിക്കുമ്പോൾ CPM സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് സുധീർ കരമനയുണ്ട്. കരമന ജയനും അവിടെ മത്സരിക്കുന്നു. അപ്പം ഇങ്ങനെ ശക്തമായ ഒരു ത്രികോണ മത്സരങ്ങളുടെ ഒരു ആധിക്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ജില്ലയാണ് തിരുവനന്തപുരം. എന്നാൽ ആ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് സാധ്യതകൾ? കാരണം തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് ഒറ്റ സീറ്റ് മാത്രമാണ്, കോവളം. ആ വിൻസെൻ്റ് ആവട്ടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിൻസെന്റിനെതിരായി നിരവധി ആരോപണങ്ങൾ, സ്ത്രീപീഡന ആരോപണം ഉൾപ്പെടെ അദ്ദേഹം ജയിലിൽ കഴിയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നതുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഒന്ന് ചർച്ചയിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നി. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരത്ത് നമ്മൾ തുടക്കം മുതൽ നോക്കണേ പാറശാല എന്ന് പറയുന്ന മണ്ഡലമാണ്. ആ പാറശാല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരിച്ചത് CK ഹരീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി CPM വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും, നെയ്യാറ്റിങ്കര സനൽ എന്ന് പറയുന്ന ഒരു നേതാവ് UDF വേണ്ടിയിട്ടും, അതോടൊപ്പം അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ അവിടെ BJP അല്ലെങ്കിൽ NDAക്ക് വേണ്ടിയിട്ടും ഇവർ 3 പേരുമാണ് മത്സരിച്ചത്. ആ മണ്ഡലത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ പരിഗണിക്കുമ്പോഴും നാളിതുവരെ നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രി അടക്കമുള്ള ആശുപത്രി വികസനം, പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം കണക്കിലെടുക്കുമ്പോൾ തന്നെയുമല്ല CK ഹരീന്ദ്രനെ പോലെ ഒരു നേതാവിനെ വിട്ടുകളിക്കാൻ തൽപരരായ വ്യക്തികളല്ല പാറശാല എന്നുള്ളത് കൊണ്ട് തന്നെ പാറശാല മണ്ഡലം എന്ത് തന്നെ വന്നിരുന്നാലും CK ഹരീന്ദ്രനൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് നെയ്യാറ്റിങ്കരയുടെ കാര്യത്തിലാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് നെയ്യാറ്റിങ്കരയിൽ പണ്ട് നമുക്കറിയാം സെൽവരാജ് CPM കൊട്ടിയതാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതിനുശേഷം ആൻസലൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വരികയും നെയ്യാറ്റിങ്കര തൻ്റേതാക്കി തീർക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം ആൻസലൻ നെയ്യാറ്റിങ്കരയെ കൈവശം വെച്ച് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ N ശക്തൻ അവിടെ UDF പോരിനിറങ്ങുമ്പോൾ ചെറുതല്ലാത്ത ഒരു ചെറിയ പ്രതിസന്ധി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് കുറച്ചുകൂടി ശക്തമായ ഒരു മത്സരം എന്ന് വെച്ചാൽ ഏകപക്ഷീയമായിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ തന്നെയും ഇവിടെ നാടാർ വോട്ടുകളാണ് ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം കൂടുതലായി. തിരുവനന്തപുരം ജില്ലയുടെ ഈ പറയുന്ന പാറശാല, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട്, കാട്ടാക്കട, അരുവിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഈ നാടാർ വോട്ടുകളുടെ ഒരു വലിയ സാന്നിധ്യം അവിടെയുണ്ട്. പലപ്പോഴും നാടാർ സമുദായം ഒപ്പം നിൽക്കുന്ന LDF തന്നെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ N ശക്തൻ ആണോ ഈ പറയുന്ന ആൻസലിനാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും മുൻതൂക്കം എപ്പോഴും
ഈ പറയുന്ന ആൻസലിന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടൊപ്പം നമ്മൾ നിയമത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിയമം ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു ത്രികോണ മത്സരത്തിൻ്റെ രീതിയിൽ തന്നെ മത്സരം നടക്കുന്നുണ്ട്. ഇപ്പം ശിവൻകുട്ടി പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം വലിയ ഒരു ശക്തമായ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ല, നേരിയ ഭൂരിപക്ഷം എന്നുള്ള നിലയിലേക്കാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും മുൻതൂക്കം ശിവൻകുട്ടിക്ക് തന്നെയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ എങ്കിലും നിയമം എന്ന് പറയുന്ന മണ്ഡലത്തെ നമ്മളൊന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ രാഷ്ട്രീയമായ ചില ഡീലുകൾ നടക്കാൻ സാധ്യതയുള്ള തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, ഒന്ന് അരുവിക്കരയും നേമവുമാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ നിയമം BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറാൻ പ്രധാനപ്പെട്ട കാരണക്കാരനായ ഒരാളുണ്ട് അവിടെ, VS ശിവകുമാർ. ആ VS ശിവകുമാർ തൻ്റെ സ്ഥാപിത താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഇതിനു മുൻപ് രാജഗോപാലിനെതിരായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിൻ്റെ വോട്ട് BJPക്കായി മറിച്ചത്. അങ്ങനെയാണ് BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലേക്ക് നിയമം മാറുന്നതും പിന്നീട് നിയമത്ത് വന്ന് മത്സരിക്കാൻ മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്നുള്ളവർ പലരും ഭയക്കുന്നതും. അപ്പോൾ നമുക്കറിയാം, മുരളീധരനാകട്ടെ, അതിനു മുൻപ് ഉമ്മൻചാണ്ടി ആകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ നേതാക്കന്മാർക്കും നിയമത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത്തവണ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ശിവൻകുട്ടി ജയിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറെക്കുറെ അവിടെ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് നോക്കുമ്പോൾ. പിന്നീട് ഉള്ളതെന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ത്രികോണ മത്സരത്തിൻ്റെ ഛായയുള്ള ഒരു മത്സരമാണ് അവിടെ നടന്നത്. VK പ്രശാന്തും അതോടൊപ്പം തന്നെ K മുരളീധരനും അതോടൊപ്പം ശ്രീലേഖയും ഇവർ 3 പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു മത്സരം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് സത്യത്തിൽ BKPയും അതോടൊപ്പം തന്നെ K മുരളീധരനും തമ്മിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ സാമുദായിക വോട്ടുകൾ അവിടെ വലിയ ഒരു ശക്തി കേന്ദ്രമായി മാറുന്ന സാഹചര്യമുണ്ട്. അപ്പം എന്തു തന്നെ വന്നിരുന്നു, പിന്നെ യുവാക്കളുടെ വോട്ടുകളൊക്കെ മിക്കപ്പോഴും അദ്ദേഹത്തിലേക്ക് തന്നെ VK പ്രശാന്തിലേക്ക് തന്നെ വന്നു ചേരും. പിന്നെ തന്നെയുമല്ല, ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും വലിയ ഒരു മുന്നേറ്റം ആ മണ്ഡലത്തിലോ അല്ലെങ്കിൽ താൻ അവിടെ ഒരു എന്താ പറയുക അവിടുത്തെ ഒരു കൗൺസിലർ ആയതിനു ശേഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയുമല്ല ഈ അടുത്ത സമയത്ത് അവർ കേൾപ്പിച്ചിട്ടുള്ള ചില പേരുദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ അത്ര ശക്തമായ ത്രികോണ മത്സരമൊന്നും അല്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. പിന്നീട് നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ GR അനിലിൻ്റെ തട്ടകം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അവിടെ പിന്നെ വലിയ കാര്യമൊന്നുമില്ല, അവിടെ അത്ര വലിയ നേട്ടത്തില്ല. അവിടെ GR അനിൽ തന്നെ അവിടെ വിജയിക്കാനാണ് സാധ്യത. പിന്നെ കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരമുണ്ട്. അവിടെ ഏകദേശം 80%-ലധികം തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ള ഒരു മണ്ഡലം കാട്ടാക്കട തന്നെയാണ്. IB സതീഷാണ് നിലവിൽ അവിടെ നിന്നുള്ള MLA. ഈ പറയുന്ന IB സതീഷിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രാധാന്യവും സ്വാധീനവും ആ മണ്ഡലത്തിൽ ഉള്ള ഒരു നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പിന്നെ തന്നെയുമല്ല, അവിടെ PK കൃഷ്ണദാസ് ആണ്. എന്നാൽ MR രാജു എന്ന് പറയുന്ന ഒരു UDFിൻ്റെ സ്ഥാനാർത്ഥിയും അവിടെ മത്സരിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ PK കൃഷ്ണദാസും IB സതീഷും തമ്മിലായിരിക്കാൻ ആണ് പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കാനുള്ള സാധ്യത. എങ്കിലും മുൻതൂക്കം അവിടെ IB സതീഷിനാണ് എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് മാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരത്ചന്ദ്ര പ്രസാദാണ് UDFിന് വേണ്ടിയിട്ട്. നമുക്കറിയാവുന്ന പോലെ കടകംപള്ളി ആണ് അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി. V മുരളീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സാഹചര്യം. അവിടെയും ഈ പറയുന്ന പോലെ മറ്റ് അടിയൊഴുക്കുകളൊന്നും ഇല്ല എങ്കിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രനാണ് നേരിയ മുൻതൂക്കം ആ മണ്ഡലത്തിലുള്ളത് എന്നുള്ളത് കാര്യം വ്യക്തമാണ്. അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം G സ്റ്റീഫനുള്ള മണ്ഡലം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ നമുക്ക് അറിയാവുന്ന ഒരു പ്രശ്നമുള്ളത് അവിടെ നാടാർ വോട്ടുകളാണ് അവിടുത്തെ വിജയപരാജയങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടു നടക്കുന്നത്. G കാർത്തികേയൻ അവിടെ മത്സരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം നാടാർ അതേ G കാർത്തികേയന് വേണ്ടി നിന്നിരുന്നെങ്കിൽ പിന്നീട് മകൻ ശബരിനാഥൻ എത്തിയപ്പോൾ അവിടെ നിന്നൊരു ചെറിയ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. LDFിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്കും പോയി. അപ്പോൾ G സ്റ്റീഫൻ അവിടെ സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. വാമനപുരം ഒരു രക്ഷയില്ല, DK മുരളി തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ്. സെൻട്രലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CP ജോൺ എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം ഒരു പക്ഷേ തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. CP ജോൺ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യത്തോട് കാണേണ്ടി വരും. പിന്നെ സാമുദായികമായ തരംതിരിവുകളോ അല്ലെങ്കിൽ സാമുദായിക കാര്യങ്ങളോ അവിടെ ചർച്ച ചെയ്യപ്പെട്ടാൽ ഒരു പക്ഷേ അവിടെ ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ ഉള്ള സാധ്യതയുമുണ്ട്. പിന്നീട് ചിറയൻകീഴ് ആസ് യൂഷ്വൽ അവിടെ LDF തന്നെയായിരിക്കും വിജയിക്കുക. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം OS അംബിക്ക് തന്നെയായിരിക്കും പ്രാധാന്യം ഉണ്ടാകുക. വർക്കലയിൽ ഇത്തവണ പോര് കടുക്കും. വർക്കല കഹാറിനെ അത്ര നമുക്ക് വില കുറച്ച് കാണാൻ കഴിയുന്ന ഒരു നേതാവല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തന്നെയുമല്ല അവിടെ ഒരു ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്.
വർക്കലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് വർക്കല കഹാറിനെ നമുക്കത്ര തന്നെയല്ല, വർക്കലയുടെ വികസന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം മുഖം നോക്കാതെയും അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെയും ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ വി ജോയിക്ക് അവിടെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു നേതാവ് തന്നെയാണ് വി ജോയി എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ അവിടെയും വർക്കലയിലും ഒരു നേരിയ ഒരു പ്രതീക്ഷ ഇപ്പോഴും UDF വെച്ച് പുലർത്താൻ കഴിയുന്ന ഒന്നാണ്. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വിൻസെൻ്റ് മത്സരിക്കുന്ന കോവളം മണ്ഡലം, ആ കോവളം മണ്ഡലം ഇത്തവണയും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മിക്കപ്പോഴും അത് വിൻസെൻറ്റിനൊപ്പം തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പറയേണ്ട പല മണ്ഡലങ്ങളിലും കൃത്യമായ വികസനം ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന മിക്ക മണ്ഡലങ്ങളിലും വികസനവും സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീ സുരക്ഷ, അങ്ങനെ തുടങ്ങി നമ്മൾ കേരളത്തിൻ്റെ വിവിധ വിഷയങ്ങൾ ഇന്ന് നമ്മൾക്ക് വികസനം എന്ന് പറയുന്ന തരത്തിലേക്ക് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും LDF ഒരു മേൽക്കൈ നേടിയേക്കാം. പക്ഷേ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇത്തവണ ആകെ 77% വോട്ട് ആണ് ഇത്തവണ അവിടെ പോൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്ക് 2021 69 ശതമാനമായിരുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം. പക്ഷേ ഇത്തവണ അത് 76 ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം BJP ആണോ അതിൻ്റെ ഒഴുക്ക് പോകുന്നത്? കാരണം 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നമ്മൾ നോക്കിയാൽ കാട്ടാക്കടയാണെങ്കിലും അതോടൊപ്പം തന്നെ നേമത്താണെങ്കിലും കൂടുതൽ പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ രണ്ടിടത്തും ശക്തമായ അതിശക്തമായ ഒരു ത്രികോണ മത്സരം എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പം നമ്മളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നിലവിലുള്ള ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ, കോവളം, അതോടൊപ്പം തന്നെ വർക്കല, അരുവിക്കര തുടങ്ങിയ 4 മണ്ഡലങ്ങൾ, അതായത് 4 സീറ്റുകൾ ഇത്തവണ UDF പിന്തുണയ്ക്കാനുള്ള സാഹചര്യങ്ങൾ. അരുവിക്കര എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം VS ശിവകുമാർ അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം VS ശിവകുമാർ അവിടെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടുകൾ കുറച്ചധികം യുവരാജ് ഗോകുലിന് പോകേണ്ട വോട്ടുകൾ ഇവിടേക്ക് മറിയാനും ശിവകുമാറിലേക്ക് മറിയാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. നേമത്ത് നേരെ മറിച്ച് അവിടെ നേമത്തെ പഴയ മാജിക്ക് തന്നെ നേമത്ത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയും നേമം, അരുവിക്കര ഈ 2 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ 4 മണ്ഡലങ്ങൾ ഉറപ്പായും അല്ലാന്നുണ്ടെങ്കിൽ സാധ്യതകളോടുകൂടി UDF വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ 14 എണ്ണത്തിൽ 10 എണ്ണവും ഇത്തവണയും LDF ഒപ്പം നിൽക്കാനാണ് സാധ്യത. 4 മാത്രം UDF വിജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്നാൽ ചില ചാഞ്ചാട്ടത്തിലൊക്കെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ചിലപ്പോൾ 4 എന്നുള്ളത് ഒരു വട്ടിയൂർക്കാവും കൂടെ ചേർത്തിട്ട് ചിലപ്പോൾ ഒരു 5 എത്താനുള്ള സാധ്യത, കാര്യം അവിടെ K മുരളീധരൻ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാലും 4 മുതൽ 6 സീറ്റ് വരെ മാത്രമേ അവിടെ നിന്നുകൊണ്ട് UDF അവിടെ നിന്ന് നേടാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.